രണ്ട് കേസുകളിലെ ശാലുവിന്റെ ജാമ്യഹർജികളാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചത്. ഇതിൽ സോള തട്ടിപ്പിൽ തമ്പാനൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ശാലുവിന് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു. അന്വേഷണം പുരോഗമിക്കുന്ന അവസ്ഥയിൽ ശാലുവിന് ജാമ്യം നൽകരുതെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചുകൊണ്ടായിരുന്നു ജസ്റ്റിസ് എസ് സതീഷ് ചന്ദ്രന്റെ ഉത്തരവ്. സാമ്പത്തിക തട്ടിപ്പുകൾ തടയാൻ നിലവിലുള്ള നിയമങ്ങൾ പര്യാപ്തമല്ലെന്ന് കോടതി പറഞ്ഞു. ഇന്ത്യൻ ശിക്ഷാ നിയമം 420 പ്രകാരം വലിയ തട്ടിപ്പുകൾ തടയാൻ കഴിയുന്നില്ല. തട്ടിപ്പ് കേസുകൾ തടയുന്നതിനും പ്രതികൾക്ക് ശിക്ഷ ഉറപ്പുവരുത്തുന്നതിനും നിയമങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണം. മണി ലെൻഡേഴ്സ് ആക്ട് പരിഷ്കരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇംഗ്ലണ്ട് പോലുള്ള രാജ്യങ്ങളിൽ നടപ്പാക്കിയ കബളിപ്പിക്കൽ തടയൽ നിയമം ഇന്ത്യയിലില്ലാത്തത് ദുഃഖകരമാണ്. തട്ടിപ്പുകൾ തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ ജനങ്ങൾക്ക് നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസം നഷ്ടപ്പെടുമെന്നും ഹൈക്കോടതി പറഞ്ഞു. അതേസമയം ബിജു രാധാകൃഷ്ണനെ ഒളിവിൽ പോകാൻ സഹായിച്ചുവെന്ന പെരുമ്പാവൂർ പോലീസ് എടുത്ത കേസിൽ ശാലുവിന് ഹൈക്കോടതി ജാമ്യം നൽകിയിട്ടുണ്ട്. ജാമ്യം നൽകുന്നതിൽ എതിർപ്പില്ലെന്ന് സർക്കാർ നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ തമ്പാനൂർ പോലീസ് എടുത്ത കേസിൽ ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ ശാലുവിന് ജയിൽ മോചിതയാകാൻ കഴിയില്ല. മീഡിയ 1 കൊച്ചി.